മാർമല അരുവി വെള്ളച്ചാട്ടവും കൊള്ളാം, അരുവിയും കൊള്ളാം. ഈ മനോഹര കാഴ്ചകൾക്കപ്പുറം പതിയിരിക്കുന്ന അപകടക്കെണികളുണ്ട്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ 7 ജീവനുകളാണ് ഈ കെണിയിലകപ്പെട്ട് നഷ്ടമായത്. ജൂൺ 25 വൈക്കത്തു നിന്നുള്ള 5 യുവാക്കൾ മാർമല അരുവിയിലെത്തി. തെളിഞ്ഞ അന്തരീക്ഷം, തെളിഞ്ഞ പുഴ. 5 പേരും കുളിക്കാനിറങ്ങി. വളരെ പെട്ടെന്നാണ് മാർമല അരുവി രൗദ്രരൂപം പൂണ്ടത്. ആർത്തലച്ചൊഴുകാൻ തുടങ്ങിയതോടെ പുഴയ്ക്ക് നടുവിലെ വലിയ പാറയിൽ 5 പേരും അഭയം പ്രാപിച്ചു. രക്ഷാപ്രവർത്തകർ വളരെ പെട്ടെന്ന് ഇവിടെ എത്തി ഇവരെ രക്ഷപ്പെടുത്തി. വാഗമണ് മഴ പെയ്താൽ ഇവിടെ ഉള്ളവർക്ക് അത് അറിയത്തില്ല. പുറത്തുനിന്ന് വരുന്നവർക്ക് അവർക്ക് അറിയത്തില്ല. അപ്പോൾ അവിടുന്ന് വെള്ളം വന്ന് കഴിയുമ്പോഴത്തേനും എവിടെ കാണികൾ അവിടെ ഉണ്ട്. ചിലപ്പം ഈ ആറ്റ് വെള്ളം ഇല്ലാത്ത സമയത്തൊക്കെയാണ് കാറിൻ്റെ നടുക്കൊക്കെ കയറി കല്ലുകളിലിരിക്കും. മാർമല അരുവി ഇങ്ങനെയാണ്. മലയ്ക്ക് മുകളിൽ നിന്ന് താഴേക്ക് പതിച്ച് ശാന്തമായി ഒഴുകും. എപ്പോൾ സ്വഭാവം മാറുമെന്ന് പറയാൻ കഴിയില്ല. പതിയിരിക്കുന്ന അപകടങ്ങൾ വേറെയുമുണ്ട്. കയങ്ങളും ചുഴികളും. വലിയ പാറയിൽ നിന്ന് കാലൊന്ന് തെറ്റി വീണാൽ മതി. ഹൈദരാബാദ് സ്വദേശി നിർമ്മൽ, നേവി ഉദ്യോഗസ്ഥനായ അഭിഷേക്, ബാംഗ്ലൂരു സ്വദേശി അഭിലാഷ്, തമിഴ്നാട്ടിൽ നിന്നുള്ള മനോജ് കുമാർ ഈ അടുത്ത നാളുകളിൽ മാർമലയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയവരിൽ ചിലർ മാത്രമാണ്. കഴിഞ്ഞ മാസം 8-ാം തീയതി ആയിരുന്നു ഇതുപോലെ തന്നെ ഒരാൾ മരണപ്പെട്ടായിരുന്നു. അവർക്ക് നീന്തൽ അറിയാവുന്നവരായിരുന്നാണ് പറയുന്നത്. പക്ഷെ അവർ നീന്തിയിട്ടും വെള്ളത്തിൽ ഇറങ്ങിയിട്ടും കൂടുതൽ തണുപ്പും മരമായ തണുപ്പും കാരണം അവർ വെള്ളത്തിൽപ്പെട്ടു. കാഴ്ചകൾ ലഹരിയാവാം. ലഹരിയുമായി കാഴ്ചകൾ കാണാനെത്തുന്നത് അപകടങ്ങൾക്ക് ഒരു കാരണമാണ്. അവിടെ പാറയുടെ ഇടുക്കിൽ പെട്ടുപോയ ബോഡികൾ എടുത്തിട്ടുണ്ട്. അതല്ലാതെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങൾ ഇടുക്കൽ ഒരുപാട് അള്ളുകളുണ്ട്. അവിടെ മറ്റു പാറക്കെട്ടുകളിലേക്ക് തലയടിച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് കൂടുതൽ മരണങ്ങൾ ഈ അരുവിയിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപകടങ്ങൾ തുടർക്കഥയായതോടെ പഞ്ചായത്ത് ഇവിടെ സുരക്ഷാ ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. ഒപ്പം മുന്നറിയിപ്പ് ബോട്ടുകളും. അറിവില്ലായ്മയോ അനുസരണക്കേടുമാണ് ഇത്തരം സ്ഥലങ്ങളിലെ പല അപകടങ്ങൾക്കും കാരണം. പരിചിതമല്ലാത്ത ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ മുന്നറിയിപ്പ് ബോട്ടുണ്ടെങ്കിൽ അത് വായിക്കണം. സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. സ്വന്തം ജീവന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. മാർമല അരുവിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.